ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കൊലോസ്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം ഇവിടെ കാണുന്നത് 3, 4, 5 വാക്യങ്ങളിൽ നാം കാണുന്നത് അപ്പോസ്തലനായ പൗലോസ്ലീഹ കൊലോസിയയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസ്ലീഹയുടെ ഒരു പ്രാർത്ഥനയാണ് നാം ഇവിടെ കാണുന്നത്. പൗലോസ്ലീഹ സ്തോത്രം ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. കൊലോസിയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ്ലീഹ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ചെയ്തുകൊണ്ടാണ് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്. വേണമെങ്കിൽ 3 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾക്ക് പൗലോസ്ലീഹ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സ്തോത്രം ചെയ്യുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസ്ലീഹ സ്തോത്രം ചെയ്യുന്നത്? 3, 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നാം ഓരോ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മയിലെ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മയുള്ളതായ ശുശ്രൂഷകൾ നടക്കുന്ന ഓരോ സ്ഥലത്തിനും ഓരോ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മൂവാറ്റുപുഴ സെൻറ്റർ ചെയ്തുകൊണ്ടാണല്ലോ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം പ്രധാനമായിട്ടും നടക്കുന്നത്. അതുപോലെ തന്നെ തൃശ്ശൂർ നമ്മുടെ കൂട്ടായ്മയുടെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്, അവിടെയുള്ള ദൈവമക്കളുണ്ട്. വയനാട്ടിൽ നമ്മുടെ കൂട്ടായ്മയുടെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്, അവിടെയുള്ള ദൈവമക്കളുണ്ട്. കോട്ടയത്ത് നമ്മുടെ കൂട്ടായ്മയുടെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്, അവിടെയുള്ള ദൈവമക്കളുണ്ട്. കുറ്റിയഞ്ചാലുണ്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ദേശങ്ങളിലും. അപ്പോൾ നമ്മൾ ഈ ഓരോ സ്ഥലങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ വേലയിൽ ചേർന്ന് നിൽക്കുന്ന ദൈവമക്കൾ, നമുക്കറിയാവുന്നവരെ നമ്മുടെ ഓർമ്മയിലുള്ളതായ ദൈവമക്കളെല്ലാം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. അപ്പോൾ പൗലോസ്ലീഹ പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുമടക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ മുമ്പിലേക്ക് വരികയാണ്, സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ചിലപ്പോൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ മുട്ടുമടക്കി ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലൂടെ ആ ദേശത്തുള്ള ദൈവമക്കളും എല്ലാം ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ അവരെക്കുറിച്ചും ആ കാര്യങ്ങളെല്ലാം അങ്ങ് മനസ്സിലൂടെ കടന്നു വരുമ്പോൾ അങ്ങ് മതിമറന്നങ്ങ് ദൈവത്തെ സ്തുതിച്ചു പോവുകയാണ്. ചിലപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളും ഒന്നുമായിട്ട് നാവിൽ പറയുന്നില്ലായിരിക്കാം. പ്രാർത്ഥിക്കാനിരിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ സ്തുതിച്ചുകൊണ്ട് പുറമെ നാവിൽ നിന്ന് സ്തുതി മാത്രമേ വരുന്നുള്ളൂ എങ്കിലും ഹൃദയം ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ദൈവസന്നിധിയിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഓരോ ദൈവമക്കളും ഓരോ ദേശവും കൂട്ടായ്മകളും എല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞു വന്ന് ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവേ, ആ ദേശ ദൈവമക്കൾ അല്ലെങ്കിൽ ഒരു ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിൽ ഹൃദയത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് അറിയാതെ മതിമറന്ന് സ്തുതിച്ചു പോവുകയാണ്. പൗലോസ്ലീഹ സ്തോത്രം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് സ്തുതിക്കുന്നത്? നാം പ്രാർത്ഥനയിലേക്ക് വന്നില്ല. 9 വാക്യം മുതൽ വായിക്കുമ്പോഴാണ് പ്രാർത്ഥനയിലേക്ക് വരുന്നത്. പ്രാർത്ഥിക്കാനായിട്ട് മുട്ടുകൊടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ സ്തുതി നിർത്താൻ പറ്റുന്നില്ല. സ്തുതിച്ചു പോവുകയാണ്, സ്തുതിക്കുകയാണ്. എന്താ സ്തുതിക്കാൻ കാരണം? കൊലോസിയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ പൗലോസ്ലീഹ സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാൻ എന്താണ് കാരണം? ആത്മാവിലങ്ങ് സ്തുതിക്കുകയാണ്. ഒരു വിഷയം, ഒരു പ്രാർത്ഥനാ വിഷയം അങ്ങ് മുന്നിലേക്ക് വരുമ്പോഴേക്കും, പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോഴേക്കും അങ്ങ് സ്തുതി ഉയരുകയാണ്, സ്തുതിക്കുകയാണ്. എന്തുകൊണ്ടാണ് സ്തുതിക്കുന്നത്? എന്തുകൊണ്ടാണ് സ്തോത്രം ചെയ്യുന്നത്? 6 കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 3-ാം വാക്യം കാണുന്നു. 3-ാം വാക്യം, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെക്കുറിച്ചുള്ള 3 കാര്യങ്ങൾ കേട്ടിട്ട്. ഏതെല്ലാമാണത്? ആ 3 കാര്യങ്ങൾ ഏതെല്ലാമാണ്? നാം ഈ വാക്യത്തിൽ കടന്ന 3 കാര്യങ്ങൾ, കൊലോസിയിലെ വിശ്വാസികളിലുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടാണ്, ആ ഒരു അറിവാണ് അങ്ങ് സ്തുതി വരാൻ കാരണം. ഏതെല്ലാമാണ് 3 കാര്യങ്ങൾ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യങ്ങൾ അവിടെയുള്ള കൂട്ടായ്മയിലെ ദൈവമക്കൾ അവരുടെ വിശ്വാസം, അവരുടെ പ്രത്യാശ, അവരുടെ സ്നേഹം എന്നുവെച്ചാൽ വചനത്തിലൂടെ കേട്ടു. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായ, ഒരുപക്ഷെ ആ തുറന്നോസിൻ്റെ പാഠശാലയിൽ വന്ന് പൗലോസ്ലീഹ ആ സ്വർഗരാജ്യത്തിൽ പോണ കാര്യത്തെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. അല്ലെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞു കൊടുത്തതായ കാര്യങ്ങൾ കേട്ടതായ എപ്പഫ്രാസ് അവിടെയുള്ള ആളുകളൊന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മുമ്പ് കേട്ടതായ, നിങ്ങൾ സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം, അവർ ദൈവവചനത്തിലൂടെ, സുവിശേഷത്തിൻ്റെ സത്യവചനത്തിലൂടെ അവർ കേട്ടതായ സ്വർഗത്തെക്കുറിച്ചുള്ള അവരുടെ പ്രത്യാശ. 2-ാമത്തെ കാര്യം, ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും, വിശ്വാസം. 3-ാമത്തെ കാര്യം, സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച്. പറഞ്ഞാൽ അവിടെയുള്ള വിശ്വാസികൾ തമ്മിൽ നല്ല സ്നേഹബന്ധം, വിശുദ്ധന്മാർ തമ്മിലുള്ള സ്നേഹം. ഈ 3 കാര്യങ്ങളെ കേൾക്കുന്നത് സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള, അവർ കേട്ടിട്ടുള്ളതായ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശ, ഉറപ്പ്.
നാം ഓർക്കണം, നമ്മെ നിലനിർത്തുന്നത് അതല്ലേ? ഈ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ, അതുപോലെ വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള നല്ല ഉറച്ച വിശ്വാസം, വിശ്വാസികൾ തമ്മിൽ സ്നേഹം. നാം ഓർക്കണം, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് കേട്ടിട്ട്, കൊലോസി വിശ്വാസികളുള്ള വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയെക്കുറിച്ച് കേട്ടിട്ട് അപ്പോസ്തോലൻ സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ ഒരു സഭയെ ഈ 3 കാര്യങ്ങളിലൂടെ തിരിച്ചറിയാം. ഒരു വിശ്വാസിയെ, ഒരു ദൈവവേദനെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് തിരിച്ചറിയാം ശരിയായിട്ടാണ് പോണതെന്ന്. ഒരു ദേശത്തൊരു കൂട്ടായ്മയുണ്ടെങ്കിൽ ആ കൂട്ടായ്മയെ ഈ 3 കാര്യങ്ങൾ കൊണ്ട് തിരിച്ചറിയാം: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇത് 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. ഇതിൽ വലിയതോ സ്നേഹം തന്നെ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സഭ നല്ല സഭയാണ്. അല്പം കൂടെ വിശദമായി പറഞ്ഞാൽ, അല്പം കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്നതായൊരു കണ്ണിയാണ്. വിശ്വാസം നമ്മെ ദൈവവുമായുള്ളൊരു ബന്ധത്തിൽ പിടിപ്പിക്കുന്നു. ഈ ദൈവത്തോട് മനുഷ്യനെ ബന്ധിക്കപ്പെടാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. വേദപുസ്തകം പറയുന്നത്, ബൈബിൾ പറയുന്ന ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യനെ ദൈവവുമായി ബന്ധിപ്പിക്കുവാൻ. അത് വിശ്വാസമാണ്. വേറെ മാർഗമൊന്നുമില്ല. ദൈവവുമായിട്ട് ബന്ധപ്പെടണോ? വിശ്വാസം എന്ന ഒരൊറ്റ വഴിയേ ഉള്ളൂ. വേറെ ഒരു മാർഗത്തിൽ കൂടെയും ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ കൊലോസിയിലെ വിശ്വാസികൾക്ക് ദൈവവുമായൊരു ബന്ധമുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ നോട്ട് കുറിക്കുന്നവർക്ക് കൂടെ നോട്ട് കുറിക്കാനായിട്ട് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, അല്പം കൂടെ സാവകാശത്തിൽ പറയുന്നതും, 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങൾ പൗലോസ്ലീഹ സ്തോത്രം ചെയ്യുകയാണ്. എന്തിനാണ് പൗലോസ്ലീഹ സ്തോത്രം ചെയ്യുന്നത്? കൊലോസിലുള്ള വിശ്വാസികൾ അവരുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയെക്കുറിച്ച് കേട്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മടക്കുമ്പോഴൊക്കെയും അങ്ങ് സ്തുതിക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും പ്രാർത്ഥനാ ജീവിതമുള്ളവരാണ്. അല്ല എങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കണം. ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം കഴിയുമെങ്കിൽ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വേർതിരിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പല പ്രാവശ്യം അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. എല്ലാ വെള്ളിയാഴ്ചയും ഉപവസിച്ച് പ്രാർത്ഥിക്കും.
പ്രാർത്ഥനാ വിഷയങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കും. ഞാനല്പം കുറ്റബോധത്തോടെയും ദൈവസന്നിധി അനുഭവിച്ചുകൊണ്ടും ഒരു പുതിയ തീരുമാനം ഉള്ളിൽ രൂപപ്പെടുത്തിക്കൊണ്ടുമാണ് ഈ വാക്കുകൾ പറയുന്നത്. ഞാൻ അന്ന് കഴിഞ്ഞ ഒക്ടോബറിലാണല്ലോ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോരുന്നത്. ഞാനിവിടെ വന്നിട്ട് ആദ്യം ചെയ്യുന്നത് ഞാനൊരു ഡയറി എടുത്തു. ആ ഡയറിയിൽ ഞാൻ ഒരു പേജ് എടുത്തു, എഴുതി. അന്ന് നമുക്കുണ്ടായിരുന്ന പൊതുവായുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ കുറച്ചൊക്കെ എഴുതി. പക്ഷെ പിന്നീട് അതങ്ങ് വേണ്ടും വണ്ണം തുടരാൻ കഴിഞ്ഞില്ല. ഞാൻ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുമെന്നാണ് തീരുമാനമെടുത്തത്. പക്ഷേ വീണ്ടും വണ്ണം അത് മുന്നോട്ട് കൊണ്ടുപോയി എന്ന് പറയാനുള്ള ഒരു പ്രാഗൽഭ്യം എനിക്കൊട്ടുമില്ല. ഞാൻ അല്പം അലസനായി മാറി. എൻ്റെ കുറവുകളാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ പ്രാർത്ഥിക്കാൻ, ആ സമയത്ത് 3 ദിവസമാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 3 ദിവസവും രാവിലെ അത് പല കാര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടായതുകൊണ്ട് 3 ദിവസം ഉപവസിച്ചിട്ട് ഒരു ദിവസം ഒരുമിച്ചിരിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മൾ 3 ദിവസം ഉപവസിച്ച് ഒരു ദിവസം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ശനിയാഴ്ച ദിവസം രാവിലെ വേർതിരിച്ചത്. എന്ന് പറഞ്ഞ് ഞങ്ങൾക്കിവിടെ, നിങ്ങൾ ശനിയാഴ്ച രാവിലെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കിവിടെ വെള്ളിയാഴ്ച വൈകിട്ടാണ്. രാവിലെ 6 മണിക്ക് നിങ്ങൾ അവിടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ സമയം വെച്ചുകൊണ്ട് വൈകിട്ട് 7:30 മുതലാണ് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസത്തോറും പ്രാർത്ഥനയോടെ ആയിരിക്കാനായിട്ട് ഒരു തീരുമാനം വന്നു. എന്നാൽ എല്ലായ്പ്പോഴും വേണ്ടുവണ്ണം ഒന്ന് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചു എന്നുള്ളതായി പ്രാഗൽഭ്യം പറയാനില്ല. പക്ഷേ ഇന്ന് ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. അല്പം കൂടെ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കും. ഓരോ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ കൂടുതൽ സമയം കിട്ടില്ലെങ്കിൽ ഓരോ ദിവസം വേണേൽ വേർതിരിക്കാം. ഇങ്ങനെയുള്ളതായ പ്രാർത്ഥനയിൽ പൊതുവായി നമ്മുടെ കൂട്ടായ്മയെയും കൂട്ടായ്മ ദൈവമക്കളെയും നേതൃത്വം നടക്കുന്നതായ ദൈവമക്കളെയും ഒരിക്കലും അവരെ ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത് ഒരിക്കലും സത്യവചനത്തിൻ്റെ വഴിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഇടവരരുത്. പരിശുദ്ധാത്മാവിൻ്റെ വഴിയിൽ നിന്ന്. ഭൗതികമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളോ അതൊന്നും നമുക്ക് അത്ര കണ്ട് ഗൗരവത്തോടെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവമായിട്ട് വരേണ്ടത്, പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പ്രാർത്ഥിക്കുമല്ലോ. സത്യവിശ്വാസത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ ഞങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരണമേ എന്ന്. അപ്പോൾ ശരിയായ വഴിയിൽ നിൽക്കുന്ന ദൈവമക്കൾ കൂട്ടായ്മ നടത്തണം. വഴിതെറ്റിപ്പോൻ ഇടയാകരുത്. എല്ലാ സാധ്യതയുണ്ട്. എത്ര ദൈവകൃപയിൽ നിൽക്കുന്ന എത്ര പരിശുദ്ധനായ ഒരു മനുഷ്യനാണെങ്കിലും വഴിതെറ്റിപ്പോകാനുള്ളതായ സാധ്യതകളുണ്ട്. എല്ലായ്പ്പോഴും സാധ്യതകളുണ്ട്. നമ്മുടെ കണ്ണിന് മുമ്പിൽ നാം കാണുന്നതായ കാര്യങ്ങളാണ്, കണ്ടതായ കാര്യങ്ങളാണ്. അപ്പോൾ വളരെ കരുതലോടെ മുന്നോട്ട് പോകുവാൻ പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിക്കണം. അതുപോലെ ഓരോ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവിടെ നമ്മുടെ ഓർമ്മയിലും അറിവിലുമുള്ള വില ചെയ്യുന്നതായ ദൈവമക്കൾ, അവിടുത്തെ കൂട്ടായ്മ, അവിടുത്തെ മീറ്റിങ്ങുകൾ, അതിനുവേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമുക്കിപ്പോൾ ലോകം മുഴുവൻ വെറുതെ ഒരു പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല. കർത്താവെ, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും അവിടുത്തെ എല്ലാ ഭരണാധികാരികളെയും ഈ ഭാരതത്തെയും ഭാരതത്തിൻ്റെ ഭരണാധികാരികളെയും ഓരോ മന്ത്രിമാരെയും പേര് പറഞ്ഞ് കേരളത്തെക്കുറിച്ച് കേരളത്തിലുള്ള സകല മനുഷ്യരും പ്രാർത്ഥിക്കേണ്ടായെന്നല്ല, പ്രാർത്ഥിക്കാനായിട്ട് അത്ര കണ്ട് അങ്ങ് പ്രാർത്ഥിക്കാൻ എന്ന് വെച്ചാൽ അത്രയും വലിയ ഭാരം വഹിക്കാനുള്ള ആത്മാവിൽ ബലമുള്ളവർ. ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു 10-30 കിലോയുള്ള ഒരു സാധനമൊക്കെ ചുമക്കാൻ വലിയ പ്രയാസമില്ല. നല്ല ആരോഗ്യമുള്ളവർക്ക് 10-50 കിലോ ഒക്കെ വേണമെങ്കിൽ ചുമക്കാൻ കഴിയും. ഒരു 10-500 കിലോ ചുമക്കാൻ നോക്കിയാലോ. നമ്മളിങ്ങനെയൊക്കെ ഇതൊക്കെ ചുമക്കണം
എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണ്ടേ, എല്ലാവരെയും വഹിക്കണ്ടേ, പ്രാർത്ഥന വഹിക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് നിർബന്ധിച്ച് അങ്ങ് ഫോഴ്സ് ചെലുത്തി ഇപ്പോൾ ദയാലിൻ്റെ തലയിലേക്ക് രാജചേട്ടനും ഒക്കെ കൂടെ, രാജചേട്ടനും ജിജിയും ജോൺ സാറും ഒക്കെ കൂടെ ദയാലിൻ്റെ തലയിലേക്ക് ഒരു 500 കിലോ ഭാരമുള്ള ഒരു വസ്തു എടുത്ത് തലയിലേക്ക് വെച്ച് കൊടുത്താൽ എങ്ങനെയിരിക്കും? നീ ഇത് ചുമക്കണം, നീ കാരണം അങ്ങനെയൊക്കെയല്ലേ നമ്മൾ നിൽക്കണം, നമ്മൾ വഹിക്കണ്ടേ? എന്ത് സംഭവിക്കും? നിങ്ങൾ പറ. ഒരു 500 കിലോ ഭാരമുള്ള ഒരു ചുമടെടുത്ത് ദയാലിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുത്താൽ എന്ത് സംഭവിക്കും? ദയാൽ മരിച്ചു പോകും. എന്ന് വെച്ചാൽ ആത്മാവിൽ മരിച്ചു പോകുന്നു, ജീവൻ പോകുന്നു. ഞാനീ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളങ്ങനെ വലിയ കാര്യങ്ങൾക്കൊക്കെ പോയാൽ ചിലപ്പോൾ നമ്മൾ ആത്മാവിൽ നിർജീവമായി മാറും. ഇന്ന് പലരും ആത്മാവിൽ ജീവൻ പോകാൻ കാരണം ഇങ്ങനെ ലോകത്തെ മുഴുവൻ ചോക്കാൻ നോക്കുക. എന്നാൽ കരുത്തുള്ളവരുണ്ടെങ്കിൽ, അതിനുള്ള ആരോഗ്യമുള്ളവരുണ്ടെങ്കിൽ ചുമന്നു കൊള്ളട്ടെ. നമുക്ക് ചോക്കാൻ പറ്റുന്ന ചുമക്കുക. നിങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ ഇത് ഇനി ഇടുങ്ങി പോവുകയാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഈ ആത്മീയമായിട്ട് ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞത് ശാരീരിക ബലമാണ്. നമ്മളിപ്പോൾ ചുമക്കാൻ കൽപ്പുള്ളത് അങ്ങ് ചുവന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചുമക്കാനുള്ള ബലം ആര് തരും? കർത്താവ് തരും, ഇല്ലേ? ശക്തിമാന്മാരുടെ അപ്പാവൻ തരും നമുക്ക്. ബലം കുറഞ്ഞു പോയില്ലെന്നാ, ചെരുപ്പ് തേഞ്ഞില്ല, ബലം കുറഞ്ഞില്ല, അവരിൽ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. അതുപോലെ പോറ്റുന്നത്. ഇപ്പോൾ നമുക്ക് ചോക്കാൻ പറ്റുന്നത് ചോന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുത് ചോക്കാനുള്ള ബലം കർത്താവ് തരും. അങ്ങനെ ബലപ്പെടുത്തിയാൽ നമുക്ക് എന്ത് ചുമക്കാലോ. അങ്ങനെ ബലം പ്രാപിക്കണം, കരുത്ത് പ്രാപിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം നമ്മൾ കരുത്തന്മാരായി മാറണം. അല്ലാതെ ഇപ്പോൾ തന്നെ ഈ അല്പബലം വെച്ചുകൊണ്ട് എല്ലാം കൂടെ ചോക്കാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒന്നുകൂടെ ഉത്സാഹമാക്കണം. നാം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഓരോ ദേശത്തെക്കുറിച്ച്, ദൈവമക്കളെക്കുറിച്ച്, പൊതുവായുള്ള നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെക്കുറിച്ച്, അതുപോലെ നമ്മൾ ഇപ്പോൾ ദൈവം കരുണ ചെയ്തു എല്ലാ തിങ്കളാഴ്ചകളിലും നമുക്കൊരു കൂടിയൊരു ദൈവം തന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ അറിവിലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കളോ പരിചയത്തിലുള്ളവരോ അടുത്തുള്ളവരോ അങ്ങനെയുള്ളതായ ആളുകൾ, അവരുടെ കുറച്ച് പേരുകൾ എഴുതി വയ്ക്കാം. കർത്താവെ, അവർക്കൊരു മാനസാന്തരം കൊടുക്കണം, അവർ വചനം കേൾക്കാനായിട്ട് താല്പര്യം കൊടുക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് അവരെ ഒന്ന് വിളിക്കാം, ഒന്ന് വചനം കേൾക്കാൻ ക്ഷണിക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങളും. അപ്പോൾ നമ്മളിങ്ങനെ അല്പമൊക്കെ ചുമക്കാൻ നോക്കി തുടങ്ങി നമ്മൾ തയ്യാറാകുമ്പോൾ കൂടുതൽ ചുമക്കാനുള്ളതായ ബലം കർത്താവ് തരും. അങ്ങനെ നമ്മൾ വളർന്നു വരണം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, പൗലോസ്ലീഹ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുട്ടുമുടക്കുമ്പോഴേ അങ്ങ് സ്തുതിച്ചു പോവുകയാണ്. കാരണം മറ്റൊന്നുമല്ല, അവരുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയെക്കുറിച്ച് കേട്ടിട്ട് തമ്മിൽ മറ്റ് വിശുദ്ധന്മാരോടുള്ളതായ ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ദൈവത്തെ മനുഷ്യനുമായി ബന്ധിക്കുന്ന കണ്ണിയാണെന്ത്? വിശ്വാസം. അതുപോലെ തന്നെ മനുഷ്യനെ സ്വർഗവുമായി ബന്ധിക്കുന്ന കണ്ണിയാണെന്ത്? പ്രത്യാശ. വിശ്വാസം മനുഷ്യനെ ദൈവവുമായി ബന്ധിക്കുന്നു. പ്രത്യാശ മനുഷ്യനെ എന്തുമായിട്ട് ബന്ധിക്കുന്നു? സ്വർഗവുമായിട്ട് ബന്ധിക്കുന്നു. ദൈവവുമായി മനുഷ്യനെ ബന്ധിക്കുന്നത് എന്താണ്? വിശ്വാസം. അതുപോലെ സ്വർഗവുമായി മനുഷ്യനെ ബന്ധിക്കുന്നത് എന്താണ്? പ്രത്യാശ. സ്നേഹമോ മനുഷ്യനെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയാണെന്ത്?
സ്നേഹം. എന്ന് പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ സ്വർഗമെന്ന് പറയുന്നത് ഹോപ്പാണ്, പ്രത്യാശയുള്ളൂ. മനുഷ്യനും തമ്മിൽ ബന്ധം, ഈ മനുഷ്യർക്ക് ദൈവവുമായുള്ള ബന്ധമുണ്ടെങ്കിൽ അവൻ എന്തുണ്ട്? പ്രത്യാശയുണ്ട്, സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാണ്. ആ ഭാഗം ക്ലിയർ കാണുന്നു കരുതുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു. ഇതിൽ വലിയതോ സ്നേഹം തന്നെ. മനുഷ്യൻ തമ്മിൽ സ്നേഹം വേണം, വിശ്വാസം വേണം, പ്രത്യാശ വേണം, സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരണം. ഈ കാര്യമാണ് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. 3-4 വാക്യങ്ങളിൽ നാം കാണുന്നത്. ഈ 3 കാര്യങ്ങളും ഉള്ളതുകൊണ്ട് കൊലോസ്യ സഭ നല്ല സഭയാണ്. ഈ കൃപാവരങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയല്ല ഒരു സഭയെ നല്ല സഭയാണോ എന്ന് തീരുമാനിക്കേണ്ടത്. മനസ്സിലാക്കണം. ആളുകൾ ഒത്തിരി കൂടുന്നുണ്ടോ, അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടോ, അവിടെ കൃപാവരങ്ങളുണ്ടോ, ഇതൊന്നും നോക്കിക്കൊണ്ടല്ല ഒരിക്കലും ഒരു സഭയെ നല്ല സഭയാണോ എന്ന് തിരിച്ചറിയുന്നത്. ഇത് 3 ഉണ്ടെങ്കിൽ അവിടുത്തെ വിശ്വാസികൾ തമ്മിൽ നല്ല സ്നേഹമാണ്, അവർക്ക് നല്ല വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. ഈ 3 കാര്യങ്ങൾ നോക്കിയാണ് ഒരു സഭയെ കൊള്ളാമോ, നല്ല സഭയാണോ, ഒരു കൂട്ടായ്മ നല്ല കൂട്ടായ്മയാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരിക്കലും കൃപാവരങ്ങൾ നോക്കിയോ അത്ഭുതങ്ങൾ നോക്കിയോ ഒന്നും അല്ല. ഇനി മനുഷ്യൻ അത്ഭുതങ്ങളുടെ പുറകെ ഓടുന്നു, അടയാളങ്ങളുടെ പുറകെ ഓടുന്നു. ഒരിക്കലും നമ്മളാരും അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ ഓടുന്നവർ ആകരുത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അതിൻ്റെ 6-7 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 6-7 വാക്യങ്ങൾ. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. 6-7 വാക്യങ്ങളിൽ കൊലോസ്യ സഭ എങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. സുവിശേഷം ഫലം കായ്ച്ചതിനാലാണ് കൊലോസ്യ സഭ ഉണ്ടായത് എന്ന് നാം മുൻപ് ചിന്തിച്ചതാണ്. നോട്ട്സിൽ അതുണ്ട്. അതുകൊണ്ട് ഞാനത് വീണ്ടും പറയാനായിട്ടിപ്പോൾ സമയമെടുക്കുന്നില്ല. കൊലോസിയിൽ എങ്ങനെയാണ് സഭയുണ്ടായത്? അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫേസോസിൽ താമസിച്ച് സുവിശേഷ വേല ചെയ്തപ്പോൾ അവിടെ തുറന്നോസിൻ്റെ പാഠശാലയിൽ ഡെയിലി ഒരു ബൈബിൾ ക്ലാസ്, ഒരു മീറ്റിംഗ്, ഒരു സുവിശേഷ യോഗം. ആസിയയിൽ എല്ലായിടത്തുമുള്ളതായ ആളുകൾ അതുമൂലം വചനം കേൾക്കാനിടയായി. പറയപ്പെടുന്നത് അതിനോട് ചേർന്ന് തന്നെയുള്ളതായ സ്ഥലമായ കൊലോസിയയിൽ നിന്നും എപ്പഫ്രാസ് എന്ന ഒരു മനുഷ്യൻ എല്ലാ ദിവസവും വചനം കേൾക്കാൻ വരും. ഒരുപക്ഷെ തൻ്റെ കൂടെ മറ്റു പലരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കാം. നമുക്ക് ചിന്തിക്കാം. എന്തായാലും എപ്പഫ്രാസ് അവിടെ വന്ന് കേട്ടതായ കാര്യങ്ങളെല്ലാം തൻ്റെ സ്വന്തം ദേശത്ത് വന്ന് കൊലോസിയിലുള്ളതായ ആളുകളോട് പറഞ്ഞു. ചിലപ്പോൾ വീട്ടിൽ ഒരു കൂട്ടായ്മ ആരംഭിച്ച് കാണാം, വീടാന്തരം കയറി പറഞ്ഞു കാണാം. ഏതായാലും പൗലോസ്ലീഹ അവിടെ പോവുകയോ അവിടെയുള്ള വിശ്വാസിയുടെ മുഖം കാണുകയോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ എപ്പഫ്രാസിൽ നിന്ന് വചനം കേട്ടാണ് കൊലോസിയിൽ ഒരു കൂട്ടായ്മയുണ്ടായത്, ഒരു സഭയുണ്ടായത്. കൊലോസ്യ സഭ എങ്ങനെ ഉണ്ടായി?
നാം ഒന്നാമത്തെ ക്ലാസ്സിൽ അത് ചിന്തിച്ചതുകൊണ്ട് ഞാനതിൻ്റെ വാക്യങ്ങൾ എടുത്ത് വായിച്ച് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. 6ഉം 7ഉം വാക്യങ്ങൾ. വീണ്ടും 8ാം വാക്യം എപ്പഫ്രാസിനെ കുറിച്ചുള്ള ഒരു വിശേഷണമാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി, എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. എപ്പഫ്രാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി വിശേഷണ പദം വിശേഷിപ്പിച്ചിരിക്കുന്നത് വിശ്വസ്ത ശുശ്രൂഷകൻ എന്നാണ്. വിശ്വസ്ത ശുശ്രൂഷകൻ. എന്തെങ്കിലും ഡിഗ്രി ഉണ്ടെന്നല്ല പറയുന്നത്. എപ്പഫ്രാസ് ഇന്ന ഡിഗ്രി ഉള്ളവനാണെന്നോ ഇന്ന ഔദ്യോഗിക പദവിയിൽ നിൽക്കുന്നവനാണെന്നോ പ്രസംഗിക്കാൻ നല്ല കഴിവുള്ളവനാണെന്നോ ഇങ്ങനെയൊന്നുമല്ല പറയുന്നത്. നിങ്ങൾ ഓർക്കണം, നമ്മളൊക്കെ ആണെങ്കിലോ ഇന്ന പദവി, ഔദ്യോഗികമായി ഇന്ന പദവിയിൽ നിൽക്കുന്നയാൾ, ഇന്ന ഡിഗ്രികളൊക്കെ ഉള്ളയാൾ, ഇതൊന്നുമല്ല. ഒറ്റ വിശേഷണ പദം. എന്താണ്? വിശ്വസ്ത ശുശ്രൂഷകൻ. വേണമെങ്കിൽ ഒരു വാചകം എഴുതിയിടുന്നത് നല്ലതാണ്. സുവിശേഷം ഫലം കായ്ക്കണമെങ്കിൽ വിതക്കാരൻ വിശ്വസ്തനായിരിക്കണം. വിതക്കാരന്, വേലക്കാരന് ഡിഗ്രി ഉണ്ടായാലോ വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടായാലോ വലിയ ഔദ്യോഗിക പദവികൾ ഉണ്ടായാലോ സുവിശേഷം ഫലം കായ്ക്കുകയില്ല. സുവിശേഷം ഫലം കായ്ക്കണമെങ്കിൽ വിതക്കാരൻ വിശ്വസ്തനായിരിക്കണം. വിശ്വസ്ത ശുശ്രൂഷകൻ എപ്പഫ്രാസ്. വിശ്വസ്ത ശുശ്രൂഷകൻ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ടൊന്നും വേല പ്രയോജനപ്പെടുകയില്ല. ചിലപ്പോൾ നമ്മുടെ ഡിഗ്രിയും ഔദ്യോഗിക പദവിയും സ്ഥാനവും മാനവും ഒക്കെ വെച്ചുകൊണ്ട് ആളുകളെ കൂട്ടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ സുവിശേഷം ഫലം കായ്ക്കണമെങ്കിൽ വിതക്കാരൻ വിശ്വസ്തനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എപ്പഫ്രാസ് വിശ്വസ്ത ശുശ്രൂഷകൻ. ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അന്ന് ഫോണൊന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാ ദിവസവും വിളിക്കുമായിരിക്കാം. ഞാൻ ചിന്തിക്കുന്നതാണ്, ഇന്നത്തെ രീതി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ്ലീഹായിൽ നിന്ന് വചനം കേട്ടാണല്ലോ മാനസാന്തരപ്പെട്ടത്. അതൊന്നും ഒരു വ്യക്തി പൂജയൊന്നുമല്ല കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിക്കുക. ഒരിക്കലും ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്ത് ആത്മാവിൽ കേടുവരാനിട വരരുത്. ഒരു കാര്യം അത് പരിശുദ്ധാത്മാവിൻ്റെ ക്രമീകരണമായിരുന്നുവെങ്കിൽ അതിനെ കയറി തൊട്ട് കേടുവന്ന് നശിക്കാൻ നമുക്കാർക്ക് ഇടവരരുത്. വളരെ വ്യക്തമായി തന്നെ ചിന്തിക്കണം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളെ കയറി തൊട്ട് നശിച്ചു പോകാനിടവരരുത്. ഞാൻ തിരുവല്ല നവജീവോദയം ബൈബിൾ സ്കൂളിലാണ് പഠിച്ചത്. എനിക്ക് തോന്നുന്നു ഞാൻ 2 വർഷമാണ് പഠിച്ചത്. ഒരു വർഷം ഞാൻ ദിവസം മറന്നുപോയി. ആഴ്ചയിൽ ഒരു ദിവസം KV ചെറിയാൻ സാറിൻ്റെ ഭാര്യ, അമ്മച്ചി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഇന്ന് ഈ ഭൂമിയിലില്ല. അന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ഡിവോഷൻ എടുക്കുന്നത് ഈ അമ്മച്ചിയാണ്, KV ചെറിയാൻ സാറിൻ്റെ ഭാര്യ. അമ്മച്ചിക്ക് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലും. വീട്ടിൽ ചെല്ലും. ഞങ്ങൾ പഠിക്കുന്നവരെല്ലാവരും അമ്മച്ചി താമസിക്കുന്നിടത്തേക്ക് ചെല്ലും. അവിടെ ഒരു ചെറിയ ഹോള് പോലെയുണ്ട്. അവിടെ ഇരുന്നാണ് ഡിവോഷൻ എടുക്കുന്നത്. ഒരു വർഷക്കാലം നല്ല നല്ല ആലോചനകൾ. അവൾ അമ്മച്ചി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ KV ചെറിയാൻ സാറിൻ്റെ ഭാര്യ, പപ്പ എന്നാണ് വിളിക്കുന്നത്. പപ്പ എപ്പോഴും പറയും,
ഈ ദൈവവേലയെ കയറി തൊടുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കയറി തൊടുന്നത് കരണ്ട് പാസ് ചെയ്യുന്ന 11 kV ലൈനിൽ കയറി തൊടുന്നത് പോലെയാണെന്ന്. എന്ന് വെച്ചാൽ 11 kV എന്ന് നമുക്കറിയാം, നല്ല ഹൈ പവറുള്ള ഹൈ ടെൻഷൻ കരണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കരണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായ 11 kV ലൈനിൽ അത് കരണ്ട് ഉണ്ടെന്നോ അത് കരണ്ട് എങ്ങനെ പാസ് ചെയ്യണമെന്ന് നോക്കുമ്പോൾ എല്ലാം കാണാനുണ്ടോ? ഒന്നും കാണാനില്ല. ഒരു കമ്പി കിടക്കുന്നു അല്ലേ, ഒരു കമ്പി കിടക്കുന്നു, ഒരു ലെൻ കമ്പി കിടക്കുന്നു എന്നുള്ളതല്ല, ഒന്നും കാണാനില്ല. നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. ഇപ്പോൾ കണ്ടില്ല, കറണ്ട് പാസ് ചെയ്യണമെന്നും അതൊന്നും കാണില്ല, കമ്പിയല്ലേ കിടക്കുന്നുള്ളൂ. എനിക്കറിയാൻ പാടില്ല, ഞാൻ അറിയാണ്ടാണ് കയറി പിടിച്ചതെന്ന് പറഞ്ഞാലും എന്ത് സംഭവിക്കും? തീർന്നു പോകും, കരിഞ്ഞു പോകില്ലേ? അതുപോലെയാണെന്നാ ഈ പരിശുദ്ധാത്മാവിനെ കയറി തൊടുന്നത്, അതുപോലെയാണെന്നാ. നമുക്കറിയാൻ പാടില്ലാണ്ടാണെങ്കിലും മനസ്സിലാകാണ്ടാണെങ്കിലും മണ്ടത്തരം കൊണ്ടാണെങ്കിലും തെറ്റുപറ്റിയതാണെങ്കിലും കരണ്ട് പാസ് ചെയ്യുന്നൊരു കമ്പിയെ തൊട്ടതാണോ തകർന്നു പോയിരിക്കും. ഓർക്കണം. അപ്പോൾ ഞാനീ പറയുന്നത്, ഈ അമ്മച്ചി അതിൻ്റെ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ഇപ്പോൾ അന്യഭാഷ പറയുന്നതിനെയും സ്തോത്രം പറയുന്നതിനെയും കൈയടിക്കുന്നതിനെയും ഒക്കെ വേണമെങ്കിൽ കളിയാക്കാം. അത് പരിശുദ്ധാത്മാവിലാണെങ്കിൽ കേടാണ്, ദോഷമാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തിയ വഴികളെ നാം കയറി തൊട്ട് നമുക്ക് കേട് വരാതിരിക്കാൻ നാം സൂക്ഷിക്കണം. ഈ എപ്പഫ്രാസ് പൗലോസിനെ വിളിക്കുമ്പോൾ, ഞാൻ വിളിക്കുന്നു പറയുന്നത് ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്, അന്ന് ഏത് രീതിയിലാണ് ഒരു വർഷം ചെല്ലുമ്പോഴൊക്കെ നേരത്തെ ചെല്ലുമായിരിക്കുമോ അല്ലെങ്കിൽ യോഗം എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുമോ ഒക്കെ ചെയ്യുമായിരിക്കും. ചിലപ്പോൾ കുറേ നാളുണ്ടല്ലോ. എത്ര നാളാണ് അവിടെ പൗലോസിയെ ബൈബിൾ ക്ലാസ് എടുത്തത് ഓർക്കുന്നുണ്ടോ? എത്ര കാലം അവിടെ വചനം പറഞ്ഞു? 2 വർഷം. 2 വർഷം എല്ലാ ദിവസവും. അങ്ങനെ വായിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം 10-ാം വാക്യം വായിക്കുന്നത്, അത് 2 സംവത്സരത്തോളം നടക്കിയാൽ അവിടെ 9-ാം വാക്യത്തിൽ കാണുന്നു, തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനംപ്രതി സമ്പാദിച്ചു പോന്നു. എല്ലാ ദിവസവും പ്രസംഗിക്കും, എല്ലാ ദിവസവും ദിനംപ്രതി. അത് 2 സംവത്സരത്തോളം നടക്കയാൽ ആസിയയിൽ പാർക്കുന്ന എല്ലാവരും അതിനെ കേൾക്കാനിടയായി. അപ്പോൾ 2 വർഷം എല്ലാ ദിവസവും. അപ്പോൾ ചിലപ്പോൾ ഈ എപ്പഫ്രാസ് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതായിരിക്കും, കൃഷിയോ എന്തെങ്കിലുമൊക്കെ ജോലിയായിരിക്കാം, പറമ്പിലൊക്കെ പണി നല്ലപോലെ അധ്വാനിക്കും. കാരണം വിശ്വസ്തൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ദൈവവേലയിൽ വിശ്വസ്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് യോഗത്തിന് പോവും, കൃത്യസമയത്ത് തന്നെ യോഗത്തിന് പോവും. ഭാര്യ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് വരാൻ ഇച്ചിരി വൈകിയാൽ ദേഷ്യപ്പെട്ട് ചിലപ്പോൾ ഭാര്യനെ കൊണ്ടാണ്ട് പോകും. കാരണം കണിശക്കാരനാണല്ലോ, കണിശക്കാരനാണ്. സമയത്ത് അങ്ങ് റെഡിയായി കണ്ടില്ലെങ്കിൽ ഇട്ടച്ചു പോവും. പാവം കരഞ്ഞുകൊണ്ട് ഡ്രസ്സൊക്കെ ഊരിയിട്ട് കിടക്കേണ്ടതായ അവസ്ഥയൊക്കെ വരും. ഞാൻ പറയുന്നത് വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും വിശ്വസ്തനാണ്, എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തനാണ്, ചില കാര്യങ്ങളിൽ മാത്രമല്ല. അപ്പോൾ അവനൊരു കൃഷിക്കാരനാണെങ്കിൽ കൃഷിയിൽ വിശ്വസ്തനായിരിക്കണം. ഈ പറമ്പിൽ നോക്കിയാൽ അവൻ്റെ സാക്ഷ്യം കാണണം, ഒന്നും നോക്കാതെ പണിയെടുക്കാതിരിക്കുകയല്ല. ജോലിക്കാരനാണെങ്കിലോ തൊഴിലിൽ വിശ്വസ്തനായിരിക്കണം. അതാണ് ഈ വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ യോഗത്തിന് പോണ കാര്യത്തിൽ മാത്രമല്ല, സുവിശേഷം പ്രസംഗിക്കാൻ പോണ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിലും ഏൽപ്പിച്ച കാര്യങ്ങളിലെല്ലാം വിശ്വസ്തൻ. അതാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ നല്ല അധ്വാനമായിരിക്കാം, നല്ലപോലെ എല്ലാ ജോലികളും ചെയ്ത് തിടുക്കത്തിൽ. അപ്പോൾ അന്ന് പകലവൻ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഓർക്കും, ഇച്ചിരി നേരത്തെ പോകണം. അവിടെ അപ്പുറത്തെ വീട്ടിലെ ജോയിക്ക് ഇച്ചിരി പ്രയാസമുണ്ട്, അവൻ്റെ വീട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ചെന്നൊന്ന് പറയണം. പോലീസിനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയണം. അവൻ വളരെ ശ്രദ്ധയോടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുന്നവനാണ്, അവൻ്റെ കാര്യമൊന്ന് പറയണം. പിന്നെ അവിടെ അപ്പുറമുള്ള എൻ്റെ ഇന്നയാൾ അവരുടെ വീട്ടിൽ മൂക്ക് പരീക്ഷയാണ്, അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പോയി പറയണം. പിന്നെ അവിടെ അവരുടെ വീട്ടിൽ ഇച്ചിരി വഴക്കൊക്കെ ഉണ്ട്, അവരുടെ വീട്ടിൽ ഇങ്ങനെ കാര്യത്തിൽ ഇച്ചിരി ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി പറയണം. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർക്കണം. ഇതെല്ലാം നമുക്ക് പാഠങ്ങളാണ്. നമുക്ക്
എല്ലാം മനസ്സ് തുറക്കാനുള്ള ഒരാൾ, ഒരു മെൻറ്റർ ഉണ്ടാവണം, വിശ്വസ്തരായി. അതൊക്കെ അതൊന്നും ഒരിക്കലും വ്യക്തിപൂജയൊന്നും അല്ല കേട്ടോ. അതൊക്കെ ആത്മാവിൻ്റെ വഴിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ വഴിയാണ് അതെല്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവരും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ അടുത്തൊന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം നല്ലതുപോലെ അറിയാം. നിങ്ങളിൽ ഓരോരുത്തരുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരുടെ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ സ്നേഹം കാണിച്ചത്, സഹതാപം കാണിച്ചത്, കൈത്താങ്ങൽ കൊടുത്തത് എല്ലാം ഒന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം തുറന്ന് പറയാൻ ഒരു മെൻറ്റർ വേണം. ദൈവത്തിന് സ്തോത്രം. അത് കൂട്ടായ്മ എന്ന് പറഞ്ഞതാണ്. വിവരിച്ച് പറഞ്ഞാൽ അങ്ങ് പോകും, മുന്നോട്ട് പോകും. ഇതെല്ലാം ഒന്ന് തൊട്ട് പറഞ്ഞു എന്ന് മാത്രം. ഇതെല്ലാം ആത്മാവിൻ്റെ വഴിയാണ്. ഇതെല്ലാം ദൈവവചനത്തിൻ്റെ വഴിയാണ്, ശരിയായ ആത്മാവിൻ്റെ വഴി. ദൈവത്തിന് സ്തോത്രം. വീണ്ടും അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. അതിൻ്റെ 9-10 വാക്യങ്ങൾ. 9-10 വാക്യങ്ങൾ. പിന്നെ പ്രാർത്ഥനയിലേക്ക് വരുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ മുട്ടുമുടക്കുമ്പോഴേക്ക് സ്തുതിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു. ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ മുട്ടുകൊടുത്തുന്ന പ്രാർത്ഥനയിലേക്ക് വരുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു. വീണ്ടും പ്രാർത്ഥനയിലേക്ക് വരികയാണ്. 9-10 വാക്യങ്ങൾ കൊലോസ്യ സഭയ്ക്ക് വേണ്ടിയുള്ള പൗലോസ്ലീഹായുടെ പ്രാർത്ഥന. വേണമെങ്കിലൊരു ഹെഡിങ് എഴുതിയിടാം. കൊലോസ്യ സഭയ്ക്ക് വേണ്ടിയുള്ള പൗലോസ്ലീഹായുടെ പ്രാർത്ഥന എന്ന് വായിക്കാം. 9-10 വാക്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങളത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും. വായിച്ചു 12-13 വായിച്ചു. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. പ്രാർത്ഥന ചെറിയ പ്രാർത്ഥനയാണ്, പക്ഷെ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. 9-10 വാക്യങ്ങൾ കൊലോസ്യ സഭയ്ക്ക് വേണ്ടിയുള്ള പൗലോസ്ലീഹായുടെ പ്രാർത്ഥന. നാം അത് ചിന്തിക്കുമ്പോൾ, നാം പഠിക്കുമ്പോൾ 6 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു? പോളിൻ്റെ പ്രാർത്ഥന എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? 1, അതിൻ്റെ 10ാമത്തെ വാക്യം, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും. അവിടെ 1ാമത്തെ പ്രാർത്ഥനാ വിഷയം, കർത്താവെ, കൊലോസിയുള്ള വിശ്വാസികളെല്ലാവരും നിറഞ്ഞു വരണം, നിറവുള്ളവരായിത്തീരണം, നിറവുള്ള ഒരു സഭ. ദാറ്റ് ദേ വിൽ ബി ഫിൽഡ്. 1ാമത്തെ പ്രാർത്ഥന, ദാറ്റ് ദേ വിൽ ബി ഫിൽഡ്, അവരെല്ലാവരും നിറവുള്ളവരായിത്തീരണം. വിശ്വാസികളെല്ലാവരും നിറഞ്ഞു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അറിവുകൊണ്ട് നിറയാനല്ല. ഈ പഠിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായി പോയിൻ്റ് വഴിയായി പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് എന്ന് പറഞ്ഞ് അതെല്ലാം അടുക്കോടും ചുറ്റിയോടും കൂടെ പഠിച്ച് കൃത്യമായിട്ട് എന്ത് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ തക്കവണ്ണം ഒരു ദിവസം ഒരു കാര്യത്തെക്കുറിച്ച് 5 പോയിൻ്റ് ഉണ്ടെങ്കിൽ ഏത് ഉറക്കത്തിലും വിളിച്ച് ചോദിച്ചാൽ ആ 5 പോയിൻ്റ് പറയാൻ തക്കവണ്ണം കാണാപ്പാടം പഠിച്ച് അങ്ങനെ നിറയാനല്ല, ജ്ഞാനം കൊണ്ട് നിറയാനല്ല, ദൈവേഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയുവാൻ. ഓരോ വിശ്വാസികളും
ദൈവേഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയുവാൻ, ആത്മീയമായ ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലും പരിജ്ഞാനത്തിലും വളരണം. അതായത് എല്ലാ കാര്യങ്ങളും ആത്മീയമായി മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടാകണം. ഓരോരുത്തർക്കും ചുമ്മാ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് പോകാനില്ല. എല്ലാ കാര്യങ്ങളും ആത്മീയമായി മനസ്സിലാക്കുവാനുള്ള കഴിവുണ്ടാകണം. ഏത് കാര്യമാണെങ്കിലും ഒരു കാര്യത്തെ രണ്ട് വിധത്തിൽ നമുക്ക് കാണാൻ കഴിയും, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും. ഏത് കാര്യമാണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും, എന്താണെങ്കിലും, ഇപ്പോൾ ബൈബിളിലെ കാര്യങ്ങൾ തന്നെയാണെങ്കിലും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ലൗകികമായിട്ടും, ആത്മീയമായിട്ടും ലൗകികമായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഓരോ കാര്യങ്ങളെയും ആത്മീയമായി കാണുവാനുള്ള കാഴ്ച ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എങ്കിൽ മാത്രമേ ആത്മീയമായി കാണാനുള്ള കണ്ണുണ്ടാവുകയുള്ളൂ, കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, ആ കാഴ്ച കിട്ടുകയുള്ളൂ. ഇപ്പോൾ സ്നേഹം കൊണ്ട് ചിരിക്കുന്നവരുണ്ട്, കഴുത്തിറക്കാൻ വേണ്ടിയില്ലേ, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കണമെന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ ചിരിക്കുമ്പോൾ അത് എങ്ങനെയാണ് ആ ചിരിയെന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ എന്ത് വേണം? ആത്മീയമായ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, ഒരാൾ നമ്മളോട് ഇടപെടുമ്പോൾ, ഒരു കാര്യം കാണുമ്പോൾ അതെല്ലാം ശരിയായി കാണാനുള്ള ഒരു പരിജ്ഞാനം, ആത്മീയമായി ഒരു കാര്യത്തെ ആത്മീയമായി കാണുവാനുള്ള കാഴ്ച ഉണ്ടാകണമെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അതാണ് ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം. അവരെല്ലാവരും നിറവുള്ളവരാകണം. ജ്ഞാനം കൊണ്ട് നിറയാനല്ല, ദൈവേഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയുവാൻ, ആത്മീയമായ ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലും പരിജ്ഞാനത്തിലും വളരണം. അതായത് എല്ലാ കാര്യങ്ങളും ആത്മീയമായി മനസ്സിലാക്കുന്നതിനുള്ളതായ കഴിവുണ്ടാകണം. ഒരു കാര്യം തന്നെ നമുക്ക് ആത്മീയമായും ഭൗതികമായും രണ്ട് രീതിയിൽ കാണാം. ആത്മീയമായി കാണുവാനുള്ള കാഴ്ച ഉണ്ടാകണമെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ദാറ്റ് ദേ വിൽ ബി ഫീൽ. രണ്ടാമത്തെ കാര്യം അതിൻ്റെ 10ാമത്തെ വാക്യത്തിൽ തന്നെയുണ്ട്, അവർ നടക്കണം. ദേ മേ വാക്ക്, നടക്കണം. വിശ്വാസികൾ ശരിയായി അവരുടെ നടപ്പ് ശരിയാകണം, കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കണം. 10ാം വാക്യം, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്നു. ദേ മേ വാക്ക്, യോഗ്യമാകുന്നത് പോലെ കർത്താവിന് യോഗ്യമാവണ്ണം വിശ്വാസികൾ നടക്കണം. യോഗ്യമാകും വണ്ണം, ചുമ്മാ യോഗ്യമാവണ്ണം നടക്കുക എന്നുള്ളതല്ല, മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ യോഗ്യനായിട്ട് നടക്കുക എന്നുള്ളതല്ല, എന്തിനെങ്കിലും യോഗ്യനായിട്ട് നടക്കുക എന്നുള്ളതല്ല, കർത്താവിന് യോജിച്ച രീതിയിലാണ് നമ്മൾ നടക്കേണ്ടത്. എങ്ങനെയെങ്കിലുമൊക്കെ കൊള്ളാം, ഒത്തിരി ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട്, അങ്ങനെയല്ല. അങ്ങനെ മാത്രമല്ല, യോഗ്യമാവണ്ണം നടക്കുക എന്ന് മാത്രമല്ല, ഇവിടെ ഒരു വാക്കൂടെ പറഞ്ഞിട്ടുണ്ടെന്നാണ്, കർത്താവിന് യോജിച്ച രീതിയിലാണ് നാം നടക്കേണ്ടത്. യോഗ്യമാവണ്ണം നടക്കണം എന്ന് പറഞ്ഞാൽ അറിവ് കൊണ്ട് നിറയാൻ മാത്രമല്ല അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. നല്ല അറിവുള്ളവരായി, ഒന്ന് അറിവുകൊണ്ട് നിറയണം, ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം. എന്നാൽ അറിവുകൊണ്ട് നിറയുക മാത്രമല്ല, കർത്താവിന് യോഗ്യമാകും വണ്ണം
നടക്കണം. നിറഞ്ഞു കഴിയുമ്പോൾ നടക്കണം. ഈ നിറവ് എന്ന് പറയുന്നത് കവിഞ്ഞൊഴുകുന്നത് വിശ്വാസികളുടെ നടപ്പിലൂടെയാണ്. നിറഞ്ഞ് കവിഞ്ഞൊഴുകണം, അതാണ് വിശ്വാസി. നിറഞ്ഞിരിക്കുന്നവനല്ല, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൻ്റെ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. അപ്പോൾ നമ്മൾ നിറഞ്ഞിരുന്നാൽ പോരാ, കവിഞ്ഞൊഴുകാൻ തക്കവണ്ണം, നിറഞ്ഞൊഴുകുവാൻ തക്കവണ്ണമുള്ളതായ ഒരു നിറവാണ് ദൈവം നമുക്ക് തരുന്നത്. അപ്പോൾ നിറവ് കവിഞ്ഞൊഴുകുന്നത് നമ്മുടെ നടപ്പിൽ കൂടിയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളൊരു പാത്രത്തിൽ നിറഞ്ഞു, അത് കവിഞ്ഞൊഴുകിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് കിട്ടുകയുള്ളൂ, അതിൽ നിന്ന് ഒഴുക്കി കൊടുക്കാൻ തക്കവണ്ണം. അങ്ങനെ നമ്മുടെ നിറവ് ഒഴുക്കി കൊടുക്കുന്നത് നടപ്പിൽ കൂടെയാണ്. നിറവ് കവിഞ്ഞൊഴുകുന്നത് നടപ്പിൽ കൂടെയാണ്. ഈ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് അത് വെളിപ്പെടേണ്ടത് പ്രവൃത്തിയിൽ കൂടെയാണ്. ക്രിസ്ത്യാനിത്വം വെളിപ്പെടുന്നത്, നമ്മൾ വിശ്വാസികളാണെന്ന് മറ്റുള്ളവർ കാണുന്നത് നമ്മുടെ നടപ്പ് കണ്ടുകൊണ്ടാണ്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ വെളിപ്പെടേണ്ടതാണ്. ക്രിസ്ത്യാനിറ്റി മസ്റ്റ് ബി റിവീൽഡ് ഇൻ ആക്ഷൻ, അങ്ങനെയാണ് പറയുന്നത്. ഈ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധനയിലെ സ്തുതി നമ്മുടെ വീട്ടിലെത്തുന്നത്, നമ്മുടെ നാട്ടിലെത്തുന്നത്, നമ്മുടെ പട്ടണത്തിലെത്തുന്നത് നടപ്പിൽ കൂടെയാണ്. അല്ലെങ്കിൽ ആ ഹോളിൽ മാത്രം ആ സ്തുതി ഒതുങ്ങി നിൽക്കും. അത് പട്ടണത്തിലെത്തണമെങ്കിൽ നമ്മുടെ നടപ്പ് ശരിയായിരിക്കണം. ആരാധന സ്തുതി പട്ടണത്തിലെത്തുന്നത് വിശ്വാസിയുടെ നടപ്പിൽ കൂടെയാണ്. അപ്പോൾ നടക്കണമെങ്കിൽ, കവിഞ്ഞൊഴുകണമെങ്കിൽ നിറയാതെ ഒക്കുകയില്ല, നിറയാതെ കവിഞ്ഞൊഴുകാൻ ഒക്കുകയില്ല. ആകയാൽ നാം ഓരോരുത്തരും കൊതിക്കണം, കർത്താവേ ഞങ്ങളെ നിറയ്ക്കണം, ഞങ്ങളെ ആത്മാവിനെ നിറവുള്ളവരാക്കി മാറ്റണം. നമുക്ക് നടക്കണമെങ്കിൽ, നമുക്ക് ശരിയായിട്ട് ജീവിക്കണമെങ്കിൽ ആത്മനിറവ് പ്രാപിക്കണമെന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഞാൻ ശരിയായിട്ട് നടക്കണമെങ്കിൽ, എൻ്റെ കർത്താവിന് യോഗ്യമാവണം നടക്കണമെങ്കിൽ, നടപ്പ് എന്ന് പറയുന്നത് കവിഞ്ഞൊഴുകുന്നതാണ്. നിറവ് കവിഞ്ഞൊഴുകുന്നത് നടപ്പിൽ കൂടെയാണ്. ക്രിസ്ത്യാനിറ്റി മസ്റ്റ് ബി റിവീൽഡ് ഇൻ ആക്ഷൻ. കർത്താവേ, ഞാനിങ്ങനെ ഒരു കൂട്ടായ്മക്കാരനായിട്ട് ഇങ്ങനെ ഇരിക്കാനല്ല, എനിക്ക് നിറഞ്ഞൊഴുകണം. എന്നിൽ നിന്ന് ദൈവസ്നേഹം ഒഴുകണം, എന്നിൽ നിന്ന് സുവിശേഷം ഒഴുകണം, എന്നിൽ നിന്ന് കൃപയൊഴുകണം. കർത്താവേ, അന്ന് ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ അങ്ങൊന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞുവല്ലോ, അല്ലയോ ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഞങ്ങൾ ദാഹിച്ചവരായിരുന്നു, ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ വന്ന ദാഹം തീർത്തവരാണ്. ഞങ്ങൾക്കൊരു ആശ്വാസം കിട്ടിയത് ഞങ്ങളുടെ അനുഭവമാണ്, സമാധാനം കിട്ടിയത് ഞങ്ങളുടെ അനുഭവമാണ്. എന്നാൽ അത് മാത്രം പോരാ കർത്താവേ, ഞങ്ങൾ നിറവ് ഞങ്ങൾക്ക് കവിഞ്ഞൊഴുക്കായി ഒഴുക്കി കൊടുക്കണം. അവിടെ നിന്ന് പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന്. കർത്താവേ, ഒഴുക്കി കൊടുക്കാനുള്ള നിറവ് ഞങ്ങൾക്ക് തരണമേ, ഒഴുക്കി കൊടുക്കാനുള്ള നിറവിന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ നിറവുള്ളവരാക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. എൻ്റെ കർത്താവേ, എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങ് ജീവിച്ചു പോകാനല്ല, ഞങ്ങളിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാവരും, ഞങ്ങൾ കർത്താവേ, അനേകർ ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവനുള്ള കർത്താവേ, ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഒഴുകി കൊടുക്കുവാൻ, ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പകർന്നു കൊടുക്കുവാൻ, കർത്താവേ, അവിടുത്തെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ
ഞങ്ങൾ കർത്താവെ നിറവുള്ളവരായി മാറുവാൻ, ആത്മനിറവുള്ളവരായി മാറുവാൻ ഭൂമിയുടെ എല്ലായിടങ്ങളിലേക്കും അപ്പോസ്തലന്മാർ ഈ പകർച്ചകൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി പറഞ്ഞു വിടുന്നതിന് മുമ്പ് അവിടുന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ നിറഞ്ഞണം. നിങ്ങളുടെ മേൽ ഞാൻ പകരുന്നതായ നിറവ് അത് ഒഴുക്കി കൊടുക്കാനുള്ളതായ നിറവാണ്. കൂടി വന്നപ്പോൾ 3000 പാത്രങ്ങൾ നിറയാൻ തക്കവണ്ണം, കാലിയായ പാത്രങ്ങൾ, ശുദ്ധിയില്ലാത്ത പാത്രങ്ങൾ, ദൈവത്തിന് സ്തോത്രം, പാപം നിറഞ്ഞ പാത്രങ്ങൾ. അന്ന് സിഹിയോൻ മാളിക മുഴുവൻ ചുറ്റും ഓടിക്കൂടിയ 3000 പാപം നിറഞ്ഞ അഴുക്കാർന്ന പാത്രങ്ങൾ വചനം കൊണ്ട് പഴുകി ആത്മനിറവുള്ളവരാക്കി മാറ്റാൻ തക്കവണ്ണമുള്ളതായ നിറവ് അന്ന് അപ്പോസ്തലന്മാരാകുന്ന പാത്രത്തിന് മേൽ അവിടുന്ന് പകർന്നുവെങ്കിൽ, കർത്താവെ കൊർന്നല്യോസിന്റെ വീട്ടിൽ കൂടി വന്ന ആ ജാതികളായ ആ മലിനപ്പെട്ട് കിടന്നതായ പാത്രങ്ങളെയെല്ലാം കഴുകിയെടുത്ത് ആത്മനിറവുള്ളവരാക്കി മാറ്റാൻ, അവരെ നിറയ്ക്കാനുള്ളതായ നിറവ് പത്രോസിന്റെ മേൽ പകർന്നു കൊടുത്ത ജീവനുള്ള കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മേലും നിന്റെ നിറവിനെ പകർന്നിരണമേ. ആത്മനിറവുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളവരായി പകർന്നു കൊടുക്കുവാൻ, നടക്കാൻ. കവിഞ്ഞൊഴുക്കെന്ന് പറയുന്നത് നടപ്പാണ്. കർത്താവെ, അതുപോലെ നടക്കാനുള്ള നിറവ് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ ആരാധനയെ സ്തുതിക്കുന്നതായ സ്തുതി പട്ടണത്തിലെത്തണം. ഞങ്ങൾ ആരാധിക്കാൻ കൂടി വരുന്നിടത്ത് മാത്രം തങ്ങി നിൽക്കുന്ന നിറവല്ല കർത്താവെ, അത് പട്ടണത്തിലേക്ക് ഒഴുകുന്ന നിറവായി, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളുടെ ദേശത്തേക്ക് ഒഴുകുന്ന നിറവായി, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരിലേക്ക് ഒഴുകുന്ന നിറവായി, ഞങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഒഴുകുന്ന നിറവായി നീ ഞങ്ങളെ നിറയ്ക്കണമേ. അതുകൊണ്ട് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, ദേമേ വാക്ക്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിന് മുഖത്ത് സമയം കടന്നുപോയല്ലോ. 6 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ ദൈവം കൃപ തരുന്നുവെങ്കിൽ നമുക്ക് ഇനിയും ചിന്തിക്കാമല്ലോ, ഇനിയുള്ള ദിവസങ്ങളും ചിന്തിക്കാമല്ലോ. ഞാൻ ഇന്നിവിടെ നിർത്തുകയാണ്. എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? കർത്താവെ, അവർ നിറയണം. നിറഞ്ഞാൽ മാത്രം പോരാ, കവിഞ്ഞൊഴുകാനുള്ള നിറവ് പ്രാപിക്കണം. ദേ വിൽ ബി ഫിൽഡ്, ദേ മേ വാക്ക്. കർത്താവെ, ഞങ്ങൾക്ക് ആത്മനിറവ് പ്രാപിക്കണം. ഞങ്ങൾക്ക് അങ്ങനെ സന്തോഷിച്ചു പോയാൽ മാത്രം പോരാ. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരാശ്വാസം കിട്ടണം, ഒരു സമാധാനം കിട്ടണം. നാം അതുകൊണ്ട് കൂട്ടായ്മയ്ക്ക് വരുന്നു, ജോലിയുണ്ട്, തിരക്കുണ്ട്, പക്ഷേ ഒരാശ്വാസം കിട്ടുന്നു. എന്നാൽ അതിൽ മാത്രം നാം ഒതുങ്ങി നിൽക്കാനല്ല അപ്പോസ്തലൻ്റെ പ്രാർത്ഥന. അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത് ഈ നിറവ് പ്രാപിച്ചവരെല്ലാം അത് ഒഴുക്കി കൊടുക്കണം, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവരായി മാറണം. അങ്ങനെയുള്ള നിറവ്. എനിക്കൊരു സമാധാനം അനുഭവിച്ചു പോയാൽ പോരാ, ഞാൻ അനുഭവിച്ച സമാധാനം എൻ്റെ സഹോദരങ്ങളിലേക്കും പകർന്നു കൊടുക്കാനുള്ള നിറവ് എനിക്ക് തരണം. അത് ആത്മീയതയുടെ അടുത്ത തലമാണ്. നാം അങ്ങനെ പ്രാപിക്കണം. എങ്കിൽ മാത്രമേ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിലോ, ഒരു താലന്ത് കിട്ടി, പക്ഷേ അത് ഉറുമാലിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ടു. അവൻ്റെ കാലും കൈയും കെട്ടാനാണ് പറയുന്നത്. അവൻ്റെ കാലും കൈയും കെട്ടാൻ. ഇന്ന് ഈ കാലുകൾ സുവിശേഷത്തിന് വേണ്ടി ഓടിയില്ല എങ്കിൽ, ദൈവസ്നേഹം അനുഭവിക്കുന്നതായ നമ്മുടെ കാലുകൾ സുവിശേഷത്തിന് വേണ്ടി ഇന്ന് ഓടിയില്ല എങ്കിൽ, നമ്മുടെ കൈകൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എങ്കിൽ, നമുക്ക് കിട്ടിയത് ഒഴുക്കി കൊടുത്തില്ല എങ്കിൽ, ഇത് കെട്ടാൻ കൽപ്പിക്കുന്ന ഒരു ദിവസം വരുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഉറുമാലിൽ കെട്ടിവെക്കുന്ന കാലം കഴിഞ്ഞു. ആ തലമെല്ലാം കഴിഞ്ഞു. നാം ഇന്ന് ഈ കൂടി വന്നിരിക്കുന്നതായ കൂട്ടം ഉറുമാലിൽ കെട്ടിവെക്കേണ്ട കാലം കഴിഞ്ഞവരാണ്. ദൈവത്തിന് സ്തോത്രം. ഉറുമാലിൽ കെട്ടിവെക്കേണ്ടവരല്ല. കർത്താവെ, എൻ്റെ കൈയും കാലും കെട്ടാനുള്ള ഓർഡർ അവിടുന്ന് പുറപ്പെടുവിക്കാനിട വരാതെ വണ്ണം ഇന്ന് എൻ്റെ കാലുകൊണ്ട് ഓടാൻ, ഇന്ന് എൻ്റെ കൈ കൊണ്ട് കർത്താവിന് വേല ചെയ്യാൻ, ഇന്ന് ഇത് നിറഞ്ഞൊഴുകുവാൻ കർത്താവെ, ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ മഹത്വം. ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം.